Parle Fab in yummy chocolate and vanilla crème. കണ്ണടച്ചാൽ ഉണ്ടാകും ഒരു കറുപ്പ്. പെട്ടെന്ന് എങ്ങനെയാണ് ഇത്രയും തണുപ്പ്? എടാ, ആരെങ്കിലും ഒന്ന് കൈയടിക്കടാ. ഓ, തണുപ്പ് പറഞ്ഞാൽ കൈയടിക്കാൻ പോലും പറ്റുന്നില്ല. എന്തൊരു തണുപ്പാണത്. എന്റെ പഴയ വീട്ടിലുണ്ട് മൈന. മങ്കി ക്യാപ്പ് ഇട്ട് കഴിഞ്ഞപ്പോൾ കള്ളനെ പോലെ ഉണ്ട് ഖന്ന. അടികൈ. പക്ഷെ ഇതിടാതെ പുറത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ. ശരി, എന്തായാലും മാർക്കറ്റിലേക്ക് പോയിട്ട് വന്നേക്കാം. ബില്ലടയ്ക്കാത്തത് കൊണ്ട് വീട്ടിലെ കറണ്ട് കട്ടായി. ഞാനിട്ടിരുന്ന മങ്കി ക്യാപ്പ് എവിടെ പോയി? അടികൈ. ഞാൻ അടിച്ചു പൊളിക്കും, വാഴപ്പഴം കഴിക്കും. എന്റെ അടുത്ത് വിളച്ചിൽ വേണ്ട. വിളച്ചിൽ കാണിച്ചാൽ ഞാൻ വിളവെടുക്കും. പക്ഷെ ഇന്ന് ഞാൻ ഇവിടെ വന്നത് എല്ലാവരുടെ മങ്കി കാപ്പ് മോഷ്ടിക്കാനാണ്. കാരണം മങ്കി കാപ്പ് ഇടേണ്ടത് മങ്കി മാത്രമാണ്. ഈ പട്ടണത്തിലെ മങ്കി കാപ്പ് മുഴുവൻ ഞാൻ ഇല്ലാതാക്കും. എടാ, വല്ലാതെ തണുക്കുന്നടാ. അടിപൊളിയായിട്ടുണ്ട്. എടാ, നീ എന്താ ഈ കാണിക്കുന്നേ? ഞാൻ തണുപ്പിനെ മാറ്റാണ്. എടാ, അങ്ങനെ ചെയ്തെന്ന് വെച്ച് തണുപ്പ് മാറാൻ പോകുന്നില്ല. പക്ഷെ ഖന്നാസാറിനോട് ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഇവിടുന്ന് പോകും. അതുപോലെ തന്നെ ആത്മാഭിമാനം ഉണ്ടെങ്കിൽ അത് ഇവിടുന്ന് പോകുമല്ലോ. എടാ തണുപ്പേ, മര്യാദക്കൊന്ന് പോവാൻ നോക്കേ. നീ എന്താണ് ഈ കാണിച്ചത്? നീ എന്തിനാ പോപ്പട്ട് ഈ തണുപ്പത്ത് കുളിക്കാൻ പോയത്? അഥവാ കുളിക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് ബാത്റൂമിൽ കുളിച്ചാ പോരായിരുന്നോ? ഇവിടെ ഹാളിൽ നിന്ന് കുളിക്കണമായിരുന്നു പോപ്പട്ട്. ഞാൻ തലയൊന്നും തോർത്തിയതല്ല മാഡം. ഈ മരക്കഴുത എന്റെ തലയിൽ വെള്ളം കോരി ഒഴിച്ചതാ. സോറി പോപ്പട്ടെ. ഇത്രയും വലിയ തണുപ്പിൽ ഇവൻ എന്റെ തലയിൽ വെള്ളം കോരി ഒഴിച്ചു. ഞാൻ നനഞ്ഞെന്ന് മാത്രമല്ല, എന്റെ മങ്കി ക്യാപ്പ് നനഞ്ഞു പോയി. ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യും? എന്റെ കയ്യിൽ ഒരൊറ്റ മങ്കി ക്യാപ്പേ ഉണ്ടായിരുന്നുള്ളൂ. പോപ്പട്ടെ, നിനക്ക് വല്ല പനിയും പിടിക്കും. മാഡം, നമുക്ക് പോപ്പട്ടിന് വേണ്ടി മാർക്കറ്റിൽ നിന്ന് ഒരു മങ്കി ക്യാപ്പ് വാങ്ങിക്കൊണ്ട് വരാം. അടിപൊളി പോപ്പട്ടെ, നിനക്ക് മഫ്ലർ ഉണ്ടല്ലോ, വളരെ നന്നായിട്ട് ചേരുന്നുണ്ട്. എന്ത് മനോഹരമായിട്ടുണ്ടെന്നാ നീ പറയുന്നേ? ഇതെന്തൊരു വലിയ മഫ്ലറാ. ആരെങ്കിലും കണ്ടാലേ ഞാൻ സാരി ഉടുത്താണെന്നേ പറയുള്ളൂ. ഓഹോ, ഈ പോപ്പട്ടിന് പറ്റിയ ഒരു മങ്കി ക്യാപ്പ് വേണം. കൊള്ളാലോ, ഇവനൊരു ബുദ്ധിയുള്ള മങ്കി തന്നെയാണല്ലോ. എടാ എടാ മങ്കി, എന്റെ ക്യാപ്പ് തിരിച്ചാടാ. കളി എന്റെ അടുത്ത് വേണ്ട. കളി ഞാൻ പഠിപ്പിക്കും. ആരെന്തെടുത്തെറിഞ്ഞാലും ശരി, അതെനിക്ക് മാത്രം സ്വന്തം. ഇനി മങ്കി ക്യാപ്പ് എനിക്ക് മാത്രം സ്വന്തം. നിക്കണോടെ. Splash, slide, swim, glide. Feel the fun of Fab Ride. Feel the Fab. Parle Fab in yummy chocolate and vanilla crème.
ഏയ് എന്റെ മങ്കി ക്യാപ്പ് മോഷ്ടിച്ചു. കുളിക്കണമെങ്കിൽ വേണം നല്ല സോപ്പ്. ഇത് എന്റേതാണ് ഈ മങ്കി ക്യാപ്പ്. അടികൈ. രാത്രി പറമ്പിൽ നടക്കുമ്പോൾ ഞാൻ പേടിച്ചു. ഒരു മങ്കി വന്ന് എന്റെ മങ്കി ക്യാപ്പ് മോഷ്ടിച്ചു. അടികൈ. ഇവിടെ നിക്കട അവിടെ. താങ്ക് യു മാഡം. മാഡം എനിക്ക് മങ്കി ക്യാപ്പ് വാങ്ങി തന്നതിന്. ഓഹോ, ഇതിൽ താങ്ക് യുവിന്റെ ആവശ്യം എന്താണ്? മാഡം വളരെ നല്ലവളാണ്. കാരണം എന്തെന്ന് വെച്ചാൽ മാഡം ഞങ്ങളുടെ കാര്യങ്ങൾ വളരെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. അല്ല കന്ന സാറേ, നിങ്ങളായിരുന്നോ? പക്ഷെ നിങ്ങൾ എന്തുകൊണ്ടാ മങ്കിക്കാപ്പ് ഇടാണ്ടിരിക്കുന്നത്? ഒരുപാട് ചുമടെടുക്കും ഡോങ്കി. എന്റെ മങ്കി ക്യാപ്പ് കൊണ്ടുപോയി ഒരു മങ്കി. അടികൈ. ആ ഖന്ന സാർ, മങ്കി ആയാൽ മറ്റുള്ളവരുടെ സാധനങ്ങൾ തീർച്ചയായിട്ടും എടുത്തോണ്ട് പോകും. ഖന്ന സാർ വേറൊരു മങ്കി ക്യാപ്പ് വാങ്ങിക്കൂ. എന്റെ പൊന്നു മാഡം, ഞാൻ ഇതിന്ന് വാങ്ങിക്കുന്ന രണ്ടാമത്തെ മങ്കി ക്യാപ്പാണ്. അവൻ മോഷ്ടിക്കുന്നത് എന്റേത് മാത്രമല്ല, മറ്റുള്ളവരുടെ മങ്കി ക്യാപ്പ് മോഷ്ടിച്ചോണ്ടിരിക്കുകയാണ്. അല്ല, കന്നാ സാർ പറഞ്ഞ സത്യമാ. ജയിക്കാൻ വേണ്ടിയാണ് എല്ലാവരും മത്സരത്തിൽ ഓടുന്നത്. ഇതാണ് ആ മങ്കി. ഇവനാണ് എല്ലാവരും മങ്കി ക്യാപ്പ് മോഷ്ടിക്കുന്നത്. അടികൈ. എടാ, നീ എല്ലാവരുടെയും മങ്കി ക്യാപ്പ് എന്തിനാ മോഷ്ടിക്കുന്നത്? കറുത്ത കോഴി ഒരിക്കലും കറുത്ത മുട്ടയിടില്ല. ഉയരത്തിൽ പറന്നാലും പക്ഷിക്ക് വിയർക്കില്ല. മോനെ, മങ്കി ക്യാപ്പ് എന്ന് പറഞ്ഞാൽ അത് എനിക്ക് മാത്രമാണ്. മനസ്സിലായ? അങ്ങനെ ഒരു കള്ളനെ ഞങ്ങൾ വെറുതെ വിടില്ല. പിടിക്കവനെ. എടാ, അവൻ ചാടി പോവാണ്. അവൻ എങ്ങനെ പിടിക്കാൻ കഴിയാ? പോപ്പട്ടെ, നീ വേഗം അവന്റെ പുറകെ പോ. ഞങ്ങളിതാ കൂടെ എത്തി. ഐഡിയ. അയ്യോ എന്റെ അമ്മേ. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട മങ്കിച്ചേട്ടാ. മങ്കിക്കപ്പ് വേണമെങ്കിൽ കൊണ്ടുപോക്കോ, പക്ഷെ ദൈവത്തോട് ഇങ്ങനെ വെള്ളം ഒഴിക്കരുത്. ഏയ്, എങ്ങോട്ടാ നീ ഓടുന്നത്? കുരങ്ങെന്താ അവിടെയല്ലേ ഉള്ളത്? ഓടിക്കോ, ഓടിക്കോ. അവന്റെ കയ്യിലെ വെള്ളത്തിന്റെ ബോട്ടിലുണ്ട്. ഓടിക്കോ. തണുപ്പത്ത് എല്ലാരും വെള്ളമൊഴിച്ച് പ്രശ്നം ഉണ്ടാക്കുക. ഇനിയിപ്പൊ എന്താ ചെയ്യാ? മുള്ളിനെ മുള്ളു കൊണ്ട് തന്നെ എടുക്കണം. അതുപോലെ വെള്ളത്തെ വെള്ളം കൊണ്ട് തടയണം. ദാ അങ്ങോട്ട് നോക്ക്. തയ്യാറാണോ കൂട്ടുകാരെ? മാഡം, വെള്ളം വേഗം ഓൺ ചെയ്യ. എന്റെ അമ്മോ, ഈ വെള്ളത്തിന്റെ ഫോഴ്സ് വളരെ കൂടുതലാണ്. മേഡം, പെട്ടെന്ന് വെള്ളത്തിന്റെ ഫോഴ്സ് ഒന്ന് കുറയ്ക്ക്. എടാ, ഫോഴ്സ് കുറയ്ക്കാനുള്ള ബട്ടൺ ഒന്നും ഇതിനകത്ത് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. യാ. വിശന്നാൽ കഴിക്കണം ഉടൻ തന്നെ ആഹാരം. ഇതോടെ തീർന്നു നിന്റെ അഹങ്കാരം. അടികൈ. നീ എന്തിനാണ് മറ്റുള്ളവരുടെ മങ്കിക്കാപ്പ് മോഷ്ടിക്കാൻ പോകുന്നേ? മങ്കി ക്യാപ്പ് എന്നത് മങ്കികൾക്ക് മാത്രമുള്ളതാണ്. കാരണം ഇത് ഞങ്ങളുടെ പേരിലാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് മങ്കികൾ മാത്രമേ മങ്കി ക്യാപ്പ് ഇടാൻ പാടുള്ളൂ. ഓ, ഇവനെ പോലൊരു ബുദ്ധിമാനെ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. എടാ, മങ്കി ക്യാപ്പ് മങ്കി മാത്രം ഇടുമെങ്കിൽ ഞങ്ങളൊക്കെ പിന്നെ എന്തുവാടാ ഇടുന്നേ?
എന്ത് തണുപ്പാണെന്ന് അറിയാം നിനക്ക്. ഒരു കോഫി വാങ്ങിച്ച് താഴെ വെച്ചാലേ അത് പെട്ടെന്ന് തന്നെ കോൾഡ് കോഫി ആയിട്ട് മാറും. അതെ, മാത്രമല്ല നിങ്ങൾക്ക് അഭിമാനിക്കാം. നിങ്ങളുടെ പേരിലുള്ള ഈ മങ്കി ക്യാപ്പ് കൊണ്ടാണ് ഞങ്ങൾ തണുപ്പത്ത് രക്ഷപ്പെടുന്നത്. സത്യത്തിൽ നിങ്ങൾ എത്ര വലിയ കാര്യമാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഡോണ്ട് ഇമോഷണൽ മീ. നിങ്ങൾ മങ്കി ക്യാപ്പിട്ട് നിങ്ങൾ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടുന്നു. പക്ഷെ ഞങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന മങ്കി ക്യാപ്പിട്ട് തണുപ്പ് മാറ്റാൻ ഞങ്ങളുടെ അടുത്ത് മങ്കി ക്യാപ്പ് ഇല്ലല്ലോ. അതോർത്ത് നീ വിഷമിക്കണ്ട. നീ ഞങ്ങളുടെ മങ്കിക്കാപ്പെടുത്ത് ധരിച്ചോളൂ. ഞങ്ങൾ വേറെ വാങ്ങിക്കോളാം. അല്ലേ മേഡം? ഹാ, ഞാൻ നിനക്ക് വേറെ മങ്കി ക്യാപ്പ് വാങ്ങിത്തരാം. പക്ഷെ നീ ഇനി നാട്ടുകാരുടെ മങ്കി ക്യാപ്പൊക്കെ മോഷ്ടിച്ച് അവരെ വെറുതെ കഷ്ടത്തിലാക്കരുത് കേട്ടോ. ദേ നോക്ക്, മങ്കി ക്യാപ്പ് എല്ലാവർക്കും വളരെ അത്യാവശ്യമായ ഒന്നാണ്. അതെ, ഈ മങ്കിക്കാപ്പ് ഉണ്ടല്ലോ, ഞങ്ങക്ക് വളരെ അത്യാവശ്യമുള്ള സാധനമാണ്. ഞാൻ എന്തായാലും ഇതിനെ കുറിച്ച് നേരത്തെ ഓർത്തേ ഇല്ല. താങ്ക് യു മാഡം. ഇന്നത്തോടെ ഞാൻ മങ്കി ക്യാപ്പിന്റെ മോഷണം നിർത്തിയിരിക്കുന്നു. ഞാൻ എന്തായാലും ഒരു കാര്യം ആലോചിച്ചു. ഈ ലോകത്തുള്ള എല്ലാ മൃഗങ്ങൾക്കും വേണ്ടി ഞാനൊരു ഹ്യൂമൻ ക്യാപ്പ് ഉണ്ടാക്കാൻ പോവുക. ഐഡിയ എന്തായാലും കൊള്ളാം. എല്ലാ മൃഗങ്ങളും ഹ്യൂമൻ ക്യാപ്പാണ് ഞാൻ. അപ്പോൾ ഹ്യൂമൻസ് എന്ത് ചെയ്യും?